ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്. ചേലക്കരയിലെ വിവാദമായ ക്വാറി പ്രശ്നത്തിനെതിരെ തുറന്നടിച്ച് പൊതുപ്രവർത്തകൻ ആലായിക്കൽ അബ്ദുൾ അസീസ്. വെങ്ങാനല്ലൂരിലെ ജോസഫ് ഇട്ടിയാരയുടെ ക്വാറിയുമായി ബന്ധപ്പെട്ട് മുൻ ഭരണസമിതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളും ആവശ്യമായ തെളിവുകളും പുറത്തുവിട്ടു. ക്വാറിക്ക് ലൈസൻസ് നൽകിയത് കഴിഞ്ഞ LDF ഭരണസമിതി പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിചിത്ര വാദം നിരത്തി. ലൈസൻസ് നൽകിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന പ്രചരണമാണത്രേ ലൈസൻസ് നൽകുവാൻ ഇടയാക്കിയതെന്നാണ് ആ വിചിത്രവാദം. ലൈസൻസ് കൊടുത്തില്ലെങ്കിൽ അവർ കോടതിയെ സമീപിക്കും, അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു കളവായിട്ടുള്ള ഒരു നിർദ്ദേശപ്രകാരമാണ് ജോസഫ് ഇട്ടിയാരയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ക്വാറിയിൽ നിന്നുള്ള മൂവ്മെന്റ് പാസിലും നിയമത്തെ വെല്ലുവിളിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ക്വാറികളുടെ വിവരങ്ങൾ കൈമാറിയതിൽ ചേലക്കരയിലെ ക്വാറികൾക്ക് ക്ലീൻ ചീറ്റ്. ജോസഫ് ഇട്ടിയാരയുടെ മൂവ്മെന്റ് പാസ്, ഒരു വർഷത്തിന് എത്ര കരിങ്കല്ല് കൊണ്ടുപോകണം എന്നുള്ള മൂവ്മെന്റ് പാസിൽ 19/11/2015 മുതൽ 18/11/2026 വരെ ഉള്ള ഇതിന് 45,900 എന്ന് പറഞ്ഞാൽ 46,000 ടണ്ണിൻ്റെ അടുത്ത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 5 ട്രക്ക്, മാക്സിമം 5 ട്രക്ക് ലോഡേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിന് പകരം മിനിമം 50 ടണ്ണോളം ട്രക്ക് കൊണ്ടുപോകണമെന്നുള്ളൊരു അറിവ് ലഭിച്ചിട്ടുണ്ട്. അത് 100% നിയമവിരുദ്ധമാണ്. നിലവിൽ ജോസഫ് ഇട്ടിയാരയുടെ ക്വാറി പ്രവർത്തിക്കുന്നത് 2019 ജിയോളജി വകുപ്പിന്റെ NOC പ്രകാരമാണ്. 2025 NOC ആവശ്യമാണെന്നിരിക്കെ നിയമത്തെ വെല്ലുവിളിച്ചാണ് ക്വാറി പ്രവർത്തനം നടത്തുന്നത്. ഉപയോഗിക്കാവുന്നതിലും 4 ഇരട്ടിയോളം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ക്വാറിയിൽ കരിങ്കൽ ഖനനം നടക്കുന്നതെന്നും അബ്ദുൾ അസീസ്. ജോസഫ് ഇട്ടിയാരയുടെ ക്വാറിക്ക് പഞ്ചായത്ത് ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത് 2019 ജിയോളജി വകുപ്പിൻ്റെ NOC പ്രകാരമാണ്. അത് 100% നിയമവിരുദ്ധമാണ്. 2025 NOC ഹാജരാക്കുന്നതിന് പകരം 2019 ഹാജരാക്കിയിരിക്കുന്നത്. ജോസഫ് ഇട്ടിയാരയുടെ ക്വാറിക്ക് സ്ഫോടനത്തിൻ്റെ അളവുകൾ നൈട്രേറ്റ് മിക്സ്ചർ 100 കിലോ, സേഫ്റ്റി ഫ്യൂസ് 1500 മീറ്റർ, ഡിറ്റനേറ്റേഴ്സ് 3000 നമ്പർ, ഇതാണ് അവർക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 4 ഇരട്ടിയും 5 ഇരട്ടിയും അളവ് കൂട്ടി സ്ഫോടനം നടത്തുന്നതുകൊണ്ടാണ് ഈ വീടുകൾക്കെല്ലാം കേട് സംഭവിക്കുന്നത്. മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു ക്വാറികളും 100% നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും അബ്ദുൾ അസീസ് കൂട്ടിച്ചേർത്തു. ഇതുപോലെ തന്നെ മറ്റു 3 ക്വാറികളിൽ ഒയാസിസ്, GK ഗ്രാനൈറ്റ്സ്, വല്ലം ഇൻസ്പെക്ടർ, അതായത് EKKയുടെ ക്വാറി, ഈ 3 ക്വാറികളുടെയും മൂവ്മെന്റ് പാസ് പ്രകാരം അതിൻ്റെ 5 ഇരട്ടി 10 ഇരട്ടി അളവിലാണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മെതുകിലുള്ള ക്വാറികൾ 100% നിയമപരമായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്നും അതിൽ ഒരുപാട് അപാകതകളുണ്ടെന്നും ചൂളന്നൂർ മയിൽ സംഘത്തിൻ്റെയും പീച്ചി വനസംഘത്തിൻ്റെയും റേഞ്ചിൽ അതിൻ്റെ പരിധി 10 കിലോമീറ്റർ റേഞ്ചിൽ വരുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ചേലക്കരയിൽ ക്വാറി പാടില്ല എന്നുള്ളൊരു നിയമമൊക്കെ ഉണ്ട്. ഈ നിയമത്തിനൊക്കെ എല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ എല്ലാ ക്വാറികളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് LSTD ഓഫീസിൽ നിന്ന് പഞ്ചായത്തിലേക്ക് അന്വേഷിച്ചിട്ട് ക്വാറികളുടെ അനധികൃതമായിട്ട് ക്വാറികളുണ്ടെന്ന് അന്വേഷിച്ചിട്ട് മറുപടി കൊടുക്കാൻ പറഞ്ഞതിൽ ഇവർ കമ്മിറ്റി കൂടി തീരുമാനിച്ചിരിക്കുന്നത് ചേലക്കരയിലെ എല്ലാ ക്വാറികളും നിയമപരമായിട്ടാണ് പ്രവർത്തിക്കുന്നതാണ് ചേലക്കര പഞ്ചായത്തിലെ കമ്മിറ്റിയിലെ തീരുമാനം. ചേലക്കരയുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഇടം, ജസ്റ്റ് ടു ഡിസ്കവർ യുവർ സെൽഫ്. ഇത് വെറും ഒരു ബ്യൂട്ടി പാർലർ അല്ല, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. വൻ നഗരങ്ങളിലെ പ്രീമിയം വൈബ് ഇനി നമ്മുടെ ബണ്ടിൽ. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന ലുക്ക്, ട്രെൻഡിംഗ് ഹെയർ കട്ടുകൾ മുതൽ റിലാക്സിംഗ് സ്പാ വരെ, everything is crafted with precision. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ. We value your comfort as much as your style. ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. Because first impression is the best impression. Naturals men's and kids beauty parlor, Doctors Tower, Main Road, Chelakara. Let your style speak.